ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ക്ലോസ് ടു ഡ്രാമ. നമുക്ക് ഇനി ഡ്രാമയുടെ നെക്സ്റ്റ് എപ്പിസോഡിലോട്ട് പോയാലോ. കഴിഞ്ഞ എപ്പിസോഡിലാണെങ്കിൽ നമ്മുടെ ടൈപ്പ് ആണെങ്കിൽ താൻ ഭയങ്കര നല്ലവനാന്ന് കൂട്ടുകാരനോട് പറഞ്ഞിട്ട് നേരെ ഡോറ് വന്ന് അകത്ത് വരുമ്പോഴേക്കും ഇവ പറഞ്ഞെല്ലാം കേട്ടോണ്ട് നമ്മുടെ താൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണല്ലേ. ഇനി എന്താവെന്ന് പോയി നോക്കിയാലോ. താനെല്ലാം കേട്ടെന്ന് പറയുമ്പോ ടൈപ്പിന് ഭയങ്കര ചമ്മലാണ്. എന്നാലും അത് മെയിൻറ്റെയിൻ ചെയ്യാതെ കയറി വന്നിട്ട് താനോട് ചോദിക്കും, എന്താ ചിരിക്കുന്ന നീ ഇപ്പം, എന്നാ ഇത് വെച്ചോന്ന് പറഞ്ഞിട്ട് ഒരു കവർ നേരെ എടുത്ത് കൊടുക്കും. ഈ കവറിനകത്ത് നിറയെ സ്നാക്സ് ഒക്കെയാണ്. ഇത് കണ്ടതും താനാണെങ്കിൽ ഷോക്കായിട്ട് ഇവൻ എന്തിനാ എനിക്ക് ഇതൊക്കെ വാങ്ങിച്ചോണ്ട് വന്നത് എന്ന് പറഞ്ഞിങ്ങനെ നോക്കുമ്പം പറയും, ഞാൻ ടെക്നോനെ കണ്ടായിരുന്നു, അവനോട് സംസാരിച്ചു എന്ന് പറയും. താന് മനസ്സിലാവും, നമ്മൾ ഇവനെ വയ്യാതെ വന്നപ്പോ നോക്കിയ കാര്യമൊക്കെ ഇവൻ അറിഞ്ഞിട്ടുണ്ട്, അതാണ് സ്നാക്സ് വാങ്ങിച്ചോണ്ട് വന്നത് എന്ന് പറഞ്ഞിട്ട് ചിരിക്കും. അപ്പൊ പറയും, ഞാൻ നീയായിട്ട് എപ്പോഴും പ്രശ്നമല്ല, പിന്നെ എനിക്ക് വയ്യാതെ എടുത്തപ്പോ നീ എന്തിനാ എന്നെ നോക്കിയത് എന്ന് ചോദിക്കുമ്പം പറയും, നീ എന്നോട് എത്ര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും അത്ര വയ്യാതെ എടുക്കുമ്പോ ആരാണെങ്കിലും നോക്കാതിരിക്കത്തില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ നോക്കിയത് എന്ന് പറയുമ്പോഴേക്കും ടൈപ്പ് ഉണ്ടാകുന്ന ചാടിക്കര, മതി മതി മതി, നീ പറയുന്ന കേട്ടാത്തൊന്നും ഞാൻ എന്തോ ഭയങ്കര ദുഷ്ടനാണെന്ന് തോന്നുമല്ലോ എന്ന് പറയുമ്പോഴേക്കും താൻ ചിരിച്ചിട്ട് പറയും, ഓ അത് നിനക്ക് ഇപ്പോഴാണോ മനസ്സിലായത് എന്ന് പറയും. ഇത് കേൾക്കും ദേഷ്യത്തിൽ ടൈപ്പ് ആണെങ്കിൽ താന് ചീത്തയും പറയും. എന്നിട്ട് പറയാം, ഓ ശരി ശരി, നിനക്ക് എത്ര രൂപയാണോ ഗുളികയൊക്കെ വാങ്ങാൻ ചെലവായത് അത് പറഞ്ഞാൽ മതി, ആ പൈസ എല്ലാം ഞാൻ നിനക്ക് തന്നേക്കാന്ന് പറയും. താനോണ്ടെന്ന് പറയാ, അതിനൊന്നും വേണ്ടടാ, ഓൾറെഡി നീ ആ പൈസയൊക്കെ തന്നെന്ന് പറയും. ഞാനിപ്പോഴാ പൈസയൊക്കെ നിനക്ക് തന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ഈ കവറും ഒക്കെ കാണിച്ചിട്ട് പറയും, ഇങ്ങനെ നീ എനിക്കിതെല്ലാം തിരിച്ച് റിട്ടേൺ പേ ചെയ്തിട്ടുണ്ട് എന്ന് പറയും. അതായത് മരുന്നിന് പകരം ഫുഡ് വാങ്ങിക്കൊണ്ട് തന്നെന്ന്. ഇത് കേട്ട് ടൈപ്പ് ചാടിക്കേറി പറയും, ഇത് അതിനൊന്നും വേണ്ടിയൊന്നും അല്ല, ഇന്നാളെ ഞാൻ നിന്റെ സ്നാക്സ് ഒക്കെ എടുത്ത് തിന്നില്ലേ, അതിന് പകരം ഞാൻ വാങ്ങിക്കൊണ്ട് വന്നയാണെന്ന് അറിയാതെ കയറി പറയുകയും ചെയ്യും. ഇത് പറഞ്ഞു കഴിയുമ്പോൾ അയ്യോ ഞാനിത് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് ഇവൻ പെട്ടെന്ന് നിർത്തും. ഇവൻ പെട്ടെന്ന് ഇങ്ങനെ സൈലന്റ് ആയിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ താൻ ചിരി വരും. താൻ ചിരിച്ചിട്ട് പറയും, കുഴപ്പമൊന്നുമില്ല, നീ എന്റെ സ്നാക്സ് ഒക്കെ എടുത്ത് കഴിച്ചെന്ന് പറഞ്ഞ് കഴിക്കുമ്പോഴേക്കും കട്ടിലൊന്നും ഇടാതെ നീ കഴിച്ചാൽ മതി, ഞാനൊന്നും വിചാരിക്കത്തൊന്നുമില്ല, വിശന്നിരുന്ന ഒരു പട്ടിക്കുട്ടി എടുത്ത് തിന്നാന്ന് മാത്രമേ വിചാരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് ഇവനെ കളിയാക്കിയിട്ട് നേരെ തിരിയും. ഇങ്ങനെ ടൈപ്പിനാണ് കലിപ്പ് കേട്ടും ടൈപ്പിന് അറിയാലോ. ഉടനെ തന്നെ ടൈപ്പ് പറയും, നീ എന്നെ നോക്കിയെന്ന് വെച്ചിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് സംസാരിച്ചെന്ന് വെച്ചിട്ട് നിന്റെ അടുത്ത് നല്ലവനായിട്ട് ഇനി അങ്ങോട്ട് പെരുമാറുമെന്നൊന്നും നീ വിചാരിക്കരുത്, ഒരുപാട് എടുക്കുകയൊന്നും ചെയ്യരുത്, പട്ടിക്ക് എങ്ങാനും പേ പിടിച്ച് അറിയാലോ, പിടിച്ച് അടിച്ചു വിടുമെന്ന് പറയും. ശരി ശരി നമുക്ക് നോക്കാന്നും പറഞ്ഞ് താനും ചിരിക്കും. അങ്ങനെ രണ്ടുപേരും കുറച്ചൊക്കെ അടുക്കാൻ തുടങ്ങിയല്ലേ. ഇനിയാണ് അങ്ങോട്ട് കഥ അങ്ങോട്ട് കൊഴുപ്പാവുന്നത്. എനിക്കറിയാം നിങ്ങളുടെ മനസ്സിൽ എന്തുവാണെന്ന്, അതൊക്കെ തന്നെ എന്റെ മനസ്സിൽ. നേരെ നമുക്ക് ഇവിടെ നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്നത് അന്ന് നൈറ്റാണ്, പാതിരാത്രിയായിട്ടും ടൈപ്പിന് നല്ലോണം ഉറങ്ങാൻ പറ്റുന്നില്ല. അവൻ എന്തൊക്കെയോ സ്വപ്നങ്ങളൊക്കെ കണ്ട് ഭയങ്കര ഡിസ്റ്റർബ് ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. മുഖമൊക്കെ കണ്ടിട്ട് ഭയങ്കര ടെൻഷൻ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇത് കണ്ട് താൻ പതുക്കെ എഴുന്നേറ്റ് വന്ന് അവന്റെ തലമുടിയിലൊക്കെ കോതി അവനെ സമാധാനപ്പെടുത്തിയിട്ട് ഉറക്കും. അയ്യോടാ, നമ്മളെ കുഞ്ഞു പിള്ളേരെയൊക്കെ രാത്രി പോയി നോക്കത്തില്ല, അതുപോലെ ഇവൻ നോക്കി ഉറക്കും. ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കല്ലോ താൻ എന്ത് നല്ലവനാണെന്ന്. അടുത്ത സീൻ കാട്ടെ നോക്കുമ്പോഴേക്കും നേരം വെളുക്കുമ്പോ ആണെങ്കിൽ ഒരു സാധനം എടുത്ത് കൊട്ടി ഒച്ചുണ്ടാക്കി നമ്മുടെ ടൈപ്പിനെ ആണെങ്കിൽ ഉണർത്തും. എന്താണ് ഇത്, രാത്രി പോയി സമാധാനമായിട്ട് ഉറക്കും, രാവിലെ ആകുമ്പോഴേക്കും കൊട്ടി ഉണർത്തും. ഇവനിത് എന്താണ് പ്രശ്നം? ഈ ശബ്ദമെല്ലാം കൂടെ കേട്ടിട്ട് നമ്മുടെ ടൈപ്പ് എഴുന്നേക്കുമ്പോ തന്നെ ഇങ്ങനെ പറഞ്ഞോണ്ട് എഴുന്നേക്കുന്നത്, എനിക്കിനി ഇതൊക്കെ ഓർത്തയാണ്, അത് സ്വപ്നം കണ്ടാണെന്ന് പറഞ്ഞാ എഴുന്നേക്കുന്നത്. ഇത് കേട്ടും താനുണ്ടെങ്കിൽ നിനക്ക് എന്താണ് പ്രശ്നം? ഒന്നെങ്കിൽ നിനക്ക് എപ്പോഴും പനിയായിട്ട് വിറച്ച് നടക്കുക, അല്ലെങ്കിൽ വല്ല സ്വപ്നം കാണും, ഉണർന്നിരിക്കുവാണെങ്കിലോ ഇതുപോലെ പിച്ചും പേ എന്തെങ്കിലും പറയും, നിനക്ക് എന്താ വല്ല പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും. ഇത് കേട്ടത് കാലിപ്പായുടെ ടൈപ്പ് എന്ന് പറയും, ഞാൻ എന്തെങ്കിലും ചേട്ടാ, നിനക്ക് എന്താണ്, നീ നിന്റെ കാര്യം നോക്കിയാൽ പോരെ. നീ താനും ഒന്നും മിണ്ടത്തില്ല, കുറച്ചു നേരമൊക്കെ മിണ്ടായിരുന്നിട്ട് ടൈപ്പ് വെക്കും. പിന്നെ അത് പിന്നെ ഇന്നലെ രാത്രി നീ എന്നെ എന്തെങ്കിലും ചെയ്തായിരുന്നു എന്ന് ചോദിക്കും. അതായത് ഇവരിങ്ങനെ അടുത്ത് വന്നില്ല, അവന് സ്വപ്നം പോലെ ഇങ്ങനെ തോന്നിക്കാണ്. ഉടനെ താൻ ചിരിച്ചിട്ട് പറയും, ഞാൻ നിന്നെ എന്തെങ്കിലും ചെയ്തെന്നോ, എന്റെ കാര്യമല്ല, നീ എന്തിനാ അതിലൊക്കെ ഇടപെടുന്നത്, നീ നിന്റെ കാര്യം നോക്കണമെന്ന് പറയും. കുറച്ചു മുമ്പ് അവൻ പറഞ്ഞില്ലേ ആ ഡയലോഗ് തന്നെ തിരിച്ചു പറഞ്ഞിട്ട് ഇവൻ എഴുന്നേറ്റ് നേരെ കോളേജിലോട്ടങ്ങ് പോകും. ഇവൻ പോകുമ്പോഴേക്കും ഉടനെ ടൈപ്പ് പറയടാ നീ പറഞ്ഞിട്ട് പോടാന്ന് പറഞ്ഞു ഇവന്റെ പുറകെ കട്ടിലും ചാടി എന്നിട്ട് താനാണ് ഒന്നും മിണ്ടാതെ നേരെ ഡോറ് പുറത്തങ്ങ് പോകും. താനാണ് ഒന്നും മിണ്ടാതെ പോകുന്നതനുസരിച്ച് ടൈപ്പിന് കാലിയായിട്ട് പുറകെ എഴുന്നിട്ട് പറയടാ ഒന്ന് പറഞ്ഞിട്ട് പോടാന്ന് പറയും. ഇവനാണ് അങ്ങ് പോകുമ്പോഴേക്കും ഡോറ് തുറന്ന് പുറത്ത് വന്നിട്ട് താന് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ടൈപ്പാണ് ഇവിടെ കിടന്ന് ഒച്ച വെക്കുന്ന കറക്റ്റ് സമയത്ത് ഇവർ അപ്പുറത്തെ റൂമിൽ ആ കേപ്പോപ്പ് ഒക്കെയുള്ള ചെറുക്കനില്ലേ, അവരുടെ റൂമിൽ കേപ്പോപ്പ് ഭയങ്കര ഡാൻസ് കളി. ഇത് കണ്ടിട്ട് അവന്റെ റൂംമേറ്റ് ഒരുമാതിരി കലിയായിട്ട് ഇരിക്കുമ്പോഴാണ് നമ്മുടെ ടൈപ്പിന്റെ സൗണ്ട് വെക്കുന്നത്. ഉടനെ തന്നെ ചാടി പുറത്ത് വന്നിട്ട് ഡോർ വന്നിട്ട് അയ്യോ പൊന്നെ, രാവിലെ തന്നെ തുടങ്ങിയ വഴക്ക്, നിങ്ങൾ രണ്ടുകൂടി ഇങ്ങനെ തുടർച്ചയായിട്ട് ഒരു മടിയില്ലാതെ എങ്ങനെയാണ് ഇങ്ങനെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? രാവിലെ തന്നെ തുടങ്ങുമല്ലോ, നിങ്ങൾ എന്ത് കാര്യത്തിനാണ് വഴക്കുണ്ടാക്കാൻ നടത്തില്ല, പക്ഷെ എപ്പോഴും വഴക്കുവാണല്ലോ. എന്റെ റൂംമേറ്റ് തന്നെ ഒരു കേപ്പോപ്പ് പ്രാന്തനാണ്, അവനെ കൊണ്ട് തന്നെ എനിക്ക് സാഗി കേട്ടിരിക്കും, അതിനിടയ്ക്ക് നീയും കൂടെ ഒക്കെ ഇങ്ങനെ എപ്പോഴും വഴക്കുണ്ടാക്കുന്ന എന്തിനാണ്, കുറച്ച് സമാധാനം മനുഷ്യന് താടാന്ന് പറയും. ഇത് കേൾക്കുമ്പോഴേക്കും ടൈപ്പിന് ഒരുമാതിരിയായിട്ട് ടൈപ്പ് പറയും സോറി എന്ന് പറയും. ഇവനാണ് സോറി എന്ന് പറഞ്ഞിട്ട് നിർത്തില്ല. ഉടനെ തന്നെ പറയും, നീയൊക്കെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ നടിവെക്കുന്നതാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയും. എന്റെ വീടിനടുത്തൊരു ആന്റി അങ്കിളുണ്ട്, അവരെപ്പോഴും ഇതുപോലെ വഴക്കാം, അതുപോലെ എനിക്ക് തോന്നുന്നതെന്ന് പറയുമ്പോഴേക്കും ടൈപ്പ് പറയും, എന്റെ പൊന്നട ഞങ്ങൾക്കിടയിൽ അങ്ങനൊന്നുമില്ല, നീ വെറുതെ ആവശ്യമില്ലാത്തതും പറയരുതെന്ന് പറഞ്ഞ ഇവൻ ടെൻഷൻ ആവും. ഇവൻ ടെൻഷൻ ആവുന്ന ഈ ചെറുക്കൻ പറയും, ഞാൻ വെറുതെ ഒരു വാക്കിന് പറഞ്ഞ, ഞാനിങ്ങനെ പറഞ്ഞപ്പോ നീ ഇത്രയും ടെൻഷൻ ആകുന്ന കണ്ടാ തോന്നുന്നു നിങ്ങൾക്കിടയിൽ എന്തോ ഉണ്ടല്ലോ എന്ന് പറയുമ്പോഴേക്കും ടൈപ്പ് കയറി പറയും, എന്റെ പൊന്നടാ സോറി, ആളെ വിട്ടേക്കെന്ന് പറഞ്ഞിട്ട് ടൈപ്പ് അകത്തോട്ട് പോകും. ഈ ചെറുക്കനാണെങ്കിൽ ടൈപ്പും
പോകുന്നത് നോക്കിയിട്ട് നേരെ റൂമിൽ വരുമ്പോ ഇവന്റെ റൂംമേറ്റ് ഉണ്ടല്ലോ കേപ്പുപ്പ് അവനുണ്ടെന്നെ ചോദിക്കും, നീ എന്തിനാടാ അവരുടെ വഴക്കിനൊക്കെ ഇടയ്ക്ക് പോയി കയറുന്നത് എന്ന് പറയും എടാ അവര് നമ്മുടെ അടുത്ത റൂമിലുള്ള അടുത്ത വീട്ടുകാരല്ല, അവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് മാറ്റി കൊടുക്കേണ്ട കടമ നമുക്കില്ലെന്ന് ചോദിക്കുമ്പോൾ അയ്യോ നീ പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ പോകുന്ന പോലെ തോന്നുന്നില്ലല്ലോ, അവിടെ എന്തോ നടക്കുന്നതെന്ന് അറിയാനുള്ള ആകാംക്ഷയെ പോകുന്ന പോലെ തോന്നുന്നു എന്ന് പറയും ഈ എത്തി നോക്കിയും ഒളിച്ചു കേൾക്കുന്നതിന്റെയൊക്കെ ത്രിൽ എന്താന്ന് നിനക്കറിയത്തില്ല, നീ പോയി ഡാൻസ് കളിക്ക് ചെല്ലി എന്ന് പറഞ്ഞിട്ട് അവനെ പറഞ്ഞു വിടും. ഇവിടെ നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്ന കോളേജാണ്. നമ്മുടെ ടൈപ്പും ടെക്നോയും ക്ലാസ് ഇരിക്കുകയാണ്. ക്ലാസ് പോലും ശ്രദ്ധിക്കാതെ ടൈപ്പ് ആണെങ്കിൽ എന്തോ വലിയ കാര്യം ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക. കുറെ നേരമൊക്കെ ഇവനെ വിളിച്ചിട്ടും വിളിയേക്കാത്തപ്പോ ടെക്നോ എന്ത് ഇവന്റെ തലക്കിട്ട് ഒരാടി കൊടുത്തിട്ട് പറയും, ഞാൻ നിന്നെ എത്ര വട്ടം വിളിച്ചിട്ട് വിളിക്കുന്ന പോലും ശ്രദ്ധിക്കാതെ നീ എന്ത് ആലോചിക്കുന്നത്, പാവൻ ടൈപ്പിനെ ഇനി എങ്ങനെയാണ് റൂമിൽ നിന്ന് ഓടിക്കുന്നതെന്ന് പറഞ്ഞ പുതിയ പ്ലാൻ വല്ലതും ഇട്ടോണ്ടിരിക്കുവാണോ എന്ന് ചോദിക്കും. ഉടനെ ടൈപ്പ് തിരിച്ച് ടെക്നോയുടെ തലക്കിട്ട് അടിച്ചിട്ട് പറയും, ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഞാൻ നിന്നോട് പറഞ്ഞു, ഞാൻ അങ്ങനെയൊക്കെ ആലോചിക്കുന്നത് എന്തെങ്കിലും നിന്നോട് ഞാൻ പറഞ്ഞോ എന്ന് ചോദിക്കും. പറയാം അതാണ് ഞാനും ആലോചിച്ചത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നീന്റെ സ്ഥാനത്ത് ഞാനെങ്ങാനും വരുന്നെങ്കിലും ഉണ്ടല്ലോ, നിനക്ക് വയ്യാതെ വന്നപ്പോ അവൻ നോക്കിയില്ലേ ഈ ഒരു ചാൻസ് വെച്ച് അവൻ ഗേ ആന്നുള്ള കാര്യമൊക്കെ മറന്നിട്ട് ഞാൻ അവനോട് നല്ല ഫ്രണ്ട്ലി ആയി ഫ്രണ്ടായിട്ട് പെരുമാറാൻ തുടങ്ങിയനേ എന്ന് പറയും. അവൻ എന്ത് നല്ല ചെറുക്കനാണെന്ന് അറിയാവുന്ന നോക്കി. ഇത് കേട്ടിട്ട് ടൈപ്പ് കൊണ്ടന്നെ കലിപ്പായിട്ട് പറയും, മോശമാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, അവൻ നല്ലവനാന്ന് എനിക്കറിയാം, പക്ഷെ എന്താണെന്ന് അറിയത്തില്ല അവന്റെ മുഖം കാണുമ്പോഴേ എനിക്ക് ഭയങ്കര കലിപ്പാവും, അവനോട് സാധാരണ രീതിയിൽ സംസാരിക്കാനേ എനിക്ക് പറ്റത്തില്ല എന്ന് പറയും. ഇവരിങ്ങനെ താന്റെ കാര്യം സംസാരിച്ചോണ്ടിരിക്കുന്ന കറക്റ്റ് ഒരു സമയത്ത് ടെക്നോയുടെ ഫോണിലോട്ട് താൻ വിളിക്കുന്ന കണ്ടതും ടെക്നോ ഭയങ്കര സർപ്രൈസ് ആയിട്ട് ഫോൺ എടുത്തിട്ട് എന്താടാ താൻ പറയുന്ന പറയും. താനാ വിളിച്ചെന്നറിയുമ്പോ നമ്മുടെ ടൈപ്പിന്റെ മുഖമൊക്കെ ഒന്ന് കാണണം, ഇവനെന്താ ഇവനെ വിളിച്ചെന്നുള്ള രീതിയിൽ ഇങ്ങനെ ശ്രദ്ധിക്കും. ഉടനെ ടെക്നോ ചോദിക്കും, എന്താടാ പറയുന്ന പറയും നിന്റെ കൂടെ ടൈപ്പ് ഉണ്ടോന്ന് ചോദിക്കും. ആ ഉണ്ട് ഇവിടെ ഉണ്ട് എന്ന് പറയും. എന്നാ അവനോട് പറഞ്ഞേക്ക് റൂമിലോട്ട് വരുമ്പോ എനിക്കൂടെ ഡിന്നർ വാങ്ങിട്ട് വരാൻ പറഞ്ഞേക്കെന്ന് പറയും. ഞാൻ അവന്റെ ഈ ഫോൺ കൊടുക്കടാ നീ തന്നെ പറയുമെന്ന് പറയുമ്പോഴേക്കും ടൈപ്പ് ഉണ്ടനെ വേണ്ട എന്ന് പറഞ്ഞിട്ട് തല കാണിക്കും. ഉടനെ താൻ അവിടുന്ന് പറയും, വേണ്ട നീ അവന്റെ കൊടുക്കൊന്നും വേണ്ട, നീ അവനോട് പറഞ്ഞാൽ മതി, എന്തോ ഹെൽപ്പ് എനിക്ക് റിട്ടേൺ ചെയ്യാന്ന് പറഞ്ഞായിരുന്നു, അത് ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ എനിക്ക് ഇന്ന് നൈറ്റ് ഡിന്നർ വാങ്ങിച്ചോണ്ട് പറയാൻ പറയും. ആ ശരിയടാ ഞാൻ പറയാന്നും പറഞ്ഞ് ഇവൻ ഫോൺ വെച്ചതും ആ നിമിഷം തന്നെ നമ്മൾ ടൈപ്പ് ഓടുകൊണ്ട് വെക്കും, എന്താടാ വിളിച്ചത് എന്താ പറഞ്ഞത് തീക്കും. ഇത് കേട്ടത് ടെക്നോ ഒരുമാതിരി കളിയാക്കി ചിരിച്ചിട്ട് പറയും, എനിക്ക് അവനെ ഇഷ്ടമല്ല അവന്റെ പേര് കേൾക്കുമ്പോഴേ കളിയാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഓടി വന്ന് ചോദിക്കുന്നത് എന്താന്ന് ചോദിച്ചിട്ട് പറയും, നീ എന്താ അവന് ടൈംസ് ചെയ്യാൻ റിട്ടേൺ ചെയ്യാന്ന് ഏതാണ്ട് പറഞ്ഞിട്ടുണ്ടെന്നോ, അതിന് പകരം ഇന്നത്തെ വൈകിട്ട് ഡിന്നർ വാങ്ങിട്ട് ചെല്ലാൻ പറഞ്ഞു എന്ന് പറയും. എനിക്കൊന്നും പറ്റത്തൊന്നുമില്ല അവനോ ഡിന്നർ ഒന്നും വാങ്ങിട്ട് പോവാ. നിനക്ക് പറ്റത്തില്ല നീ വാങ്ങുന്നേ ചെല്ലുന്നേ എനിക്കെന്തായാലും ഇപ്പൊ വിശക്കുന്നു, വാ നമുക്ക് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞിട്ട് ഇവനെ വിളിച്ചോണ്ട് പോകും. ഇവനെ വിളിക്കുമ്പോഴേക്കും ടൈപ്പ് മനസ്സിലാക്കി ഇവൻ എന്തിനാ എന്റെ അടുത്ത് ഇതൊക്കെ പറഞ്ഞത്, ഞാൻ വാങ്ങണമെന്നൊക്കെ പറഞ്ഞ് ഇവൻ ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ടിരിക്കുക. ഇവനെ പോകും കണ്ടാലേ അറിയുമ്പോൾ വാങ്ങുമെന്നാണ്. ഇവിടെ നേരെ സീൻ കട്ടിയത് അന്ന് വൈകിട്ടാണെങ്കിൽ നമ്മുടെ ടൈപ്പ് റൂമിൽ വരുമ്പോഴേക്കും താനുള്ള ഫുഡും വാങ്ങിട്ടാ വരുന്നത്. നേരെ വന്നതും താന് ഫുഡ് കൊടുക്കുമ്പോഴേക്കും അതിനകത്തൊരു ജ്യൂസും ഉണ്ട്. ഇത് കണ്ടതും താൻ ഉണ്ണേനെ നോക്കിയിട്ട് പറയും, ഞാൻ നിന്നോട് ഫുഡ് മാത്രമല്ലേ വാങ്ങാൻ പറഞ്ഞുള്ളൂ, ഡ്രിങ്ക് ഒന്നും വാങ്ങാൻ പറഞ്ഞില്ലല്ലോ എന്ന് പറയും. ഓ ഞാനൊന്നും അല്ല, ആ ടെക്നോയാണ് അത് വാങ്ങ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിപ്പിച്ചത്. പിന്നെ നിനക്കൊരു കാര്യം അറിയാവോ, എനിക്ക് നല്ലതായിട്ട് ടാങ്ക്സ് ഒക്കെ പറയാനൊക്കെ അറിയാം, റിട്ടേൺ ഒക്കെ ചെയ്യാൻ അറിയാം, ഇതൊന്നും അറിയാത്ത പോലെ നീ എന്നോട് പറയണ്ടെന്ന് പറയും. പക്ഷേ ടൈപ്പാണെങ്കിൽ ഫുഡ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് താൻ ഭയങ്കര ഹാപ്പിയാവും. വിചാരിച്ച വാങ്ങിട്ട് വരത്തില്ലായിരിക്കുന്നത്. ഭയങ്കര ഹാപ്പി ആയിട്ട് അവനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അതും ആ ഫുഡ് തുറന്ന് കഴിക്കുന്നത് ഭയങ്കര ടേസ്റ്റ് ആണെന്നുള്ള രീതിയിൽ നമ്മുടെ ടൈപ്പിനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. നീ എന്തിനാടാ ടൈപ്പിനെ ഇങ്ങനെ നോക്കുന്നത്, അത് അവൻ ഏതോ ഒരു റെസ്റ്റോറന്റിൽ നിന്നോ കടയിൽ നിന്ന് വാങ്ങിട്ട് വന്നതാണ്. അപ്പൊ ആ കടയിലുള്ള കുക്കിന്റെ കഴിവാണ് ആ ഫുഡ് അത്രയും നന്നായിട്ടിരിക്കുന്നത്. നീ അതിന് ഇവനെ നോക്കി ഇത്ര സന്തോഷപ്പെടുവൊന്നും വേണ്ട, അവൻ ഏതാണ്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്നപ്പോൾ ഇവന് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ഡിന്നറൊക്കെ കഴിഞ്ഞ് രാത്രിയാവും. ഉടനെ നമ്മുടെ ടൈപ്പാണ് കട്ടിലെ കിടന്നിട്ട്, നീ എന്നും രാത്രി വന്ന് എന്നെ എന്തോ ചെയ്യുന്നുണ്ടേ, എന്തുവാന്ന് എനിക്കറിയത്തില്ല, അതുകൊണ്ട് ഞാൻ ഇന്ന് ഉറങ്ങുന്നില്ല, നിന്നെ കയ്യോടെ പിടിക്കുമെന്നും പറഞ്ഞ് ഉറങ്ങുന്ന കണക്ക് അഭിനയിച്ച് ഇങ്ങനെ കട്ടിലെ കിടക്കുകയാണ്. ഇവനിങ്ങനെ കിടക്കുന്ന കണ്ടപ്പോഴേക്കും കുളിച്ചിട്ട് വന്നിട്ട് താൻ നോക്കുമ്പോഴേക്കും ടൈപ്പ് നല്ല ഉറക്കം. ഉടനെ അടുത്ത് വന്നിരുന്നിട്ട് ഇപ്പോഴത്തെ പോലെ തന്നെ അവന്റെ തലയിലും മുടിയിലും ഒക്കെ ഇങ്ങനെ തടവിയിട്ട് അടുത്ത് വന്നിട്ട് പറയും, വിചാരിച്ച എനിക്കാണ് ഭയങ്കര കോമഡി ആയിട്ട് തോന്നുന്നുണ്ട്, പക്ഷെ നീ എന്തുമാത്രം ക്യൂട്ടാന്ന് അറിയാവോ എന്ന് പറഞ്ഞിട്ട് നേരെ ഇവന്റെ അടുത്ത് വന്നിട്ട് നെറ്റിലൊരു കിസ് ചെയ്തിട്ട് പറയും, ഒരു മോശമായ സ്വപ്നങ്ങളൊന്നും കണ്ടു പേടിക്കാതെ നീ സുഖമായിട്ട് കിടന്നുറങ്ങുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ താൻ എഴുന്നേറ്റങ്ങ് പോകും. താൻ പോയതും ടൈപ്പ് കണ്ണുറക്കുമ്പോഴേക്കും ഇവന്റെ ഹൃദയം ഭയങ്കരമായിട്ട് ഇരിക്കുകയാണ്. ഇവൻ തന്നെ ഭയങ്കര ഷോക്കിയിരിക്കുകയാണ്. അയ്യോ എന്താണ് എന്റെ ഹാർട്ട് ഇങ്ങനെ കിടന്നിരിക്കുന്നതെന്നും പറഞ്ഞിട്ട് അങ്ങനെ അന്ന് രാത്രിയും കടന്നുപോയി. പിറ്റേ ദിവസം ആകുമ്പോഴേക്കും നമ്മുടെ ടൈപ്പ് എന്ത് ചെയ്യും, ബാത്റൂമിൽ കയറിയിട്ട് കുറച്ച് 80+ വീഡിയോ ഒക്കെ കണ്ടിട്ട് കുറച്ച് ജോളി ആയിട്ടിരിക്കാന്ന് പറഞ്ഞ് ബാത്റൂമിൽ കയറി കഥയൊക്കെ അടിച്ച് സെറ്റ് ആയിട്ടിരുന്നിട്ട് വീഡിയോ കണ്ടിട്ടാണെങ്കിൽ യാതൊരു കാര്യം നടക്കത്തില്ല. എന്നിട്ട് ഇവത്തിന്റെ മനസ്സിൽ പറയും, എനിക്കിത് എന്ത് പറ്റി പറഞ്ഞ് ഭയങ്കര ദേഷ്യപ്പെട്ടിട്ട് പറയും, ഞാനെന്തിനാ ഇപ്പൊ താന്റെ കാര്യങ്ങളൊക്കെ ഓർക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇവൻ ഭയങ്കര ടെൻഷനായിട്ടിരിക്കുകയാണ്. അതായത് ചെറുക്കന്റെ മനസ്സിൽ അപ്പോഴേക്കും ഇതൊക്കെ കാണുമ്പോ താനെയാണ് ഓർമ്മ വരുന്നത്, പണി പാളി തുടങ്ങിയെന്ന് തോന്നുന്നല്ലേ. ഇവിടെ നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്ന പിറ്റേ ദിവസം നമ്മുടെ ടെക്നോ, ചാമ്പ്, ടൈപ്പ് 3 പേരും കൂടെ വർത്തനം പറഞ്ഞോണ്ടിരിക്കുക. ഈ ചാമ്പ് എന്ന് പറയുന്ന അറിയാലോ, റൂം മാറാന്ന് പറഞ്ഞ വരത്തില്ല, ആ ചെറുക്കനാണ്. ഇവര് 3 പേരും കൂടെ കോളേജ് നടന്നവരുമാണ്. അപ്പൊ ചാമ്പും ടെക്നോയും കൂടെ ഫുട്ബോൾ മാച്ചിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുമ്പോഴേക്കും ഇതൊന്നും ശ്രദ്ധിക്കാതെ ടൈപ്പാണ് എന്തോ ഇങ്ങനെ ആലോചിച്ച് വരുമോ. ഇത് ശ്രദ്ധിച്ചിട്ട് ഉടനെ ടെക്നോ വയ്ക്കും, എന്ത് പറ്റിയാടാ ഞങ്ങൾ പറയുന്നത് എന്തെങ്കിലും നീ കേൾക്കുന്നുണ്ടോ, എന്തുവാ ആലോചിക്കുന്നത് എന്ന് ചോദിക്കും. പറയും, ഒന്നും
ഒന്നുമില്ലടാന്ന് പറയും. ഒന്നുമില്ലടാന്ന് നീ പറയുന്നേയുള്ളല്ലോ, പക്ഷെ നിന്റെ മുഖം കണ്ടിട്ട് അങ്ങനെ തോന്നില്ലല്ലോ. എന്താണ് കാര്യം? എന്തുവാണെങ്കിലും പറയടാന്ന് പറയും എന്താന്ന് അറിയത്തില്ലടാ, എനിക്ക് റൂമിലോട്ട് പോകാൻ ഇഷ്ടമേ ഇല്ല, ഭയങ്കരമായിട്ട് എനിക്ക് മടിയെന്ന് പറയും എന്ത് പറ്റിയുടെ താനുമായിട്ട് നീ വീണ്ടും വഴക്കുണ്ടാക്കിയോ, നീ അവനൊരു സ്വസ്ഥതയും കൊടുക്കത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയും അങ്ങനൊന്നുമില്ല, ഞങ്ങളുടെ പ്രശ്നമൊന്നും ഇല്ലാന്ന് പറയും. ഉടനെ ചാമ്പ് പറയും പിന്നെ എന്താണ് നിനക്ക് റൂമിലോട്ട് പോകാൻ വേണ്ടി ഇത്ര മടി, എന്നാ നീ ഒരു കാര്യം ചെയ്യും, റൂം മാറിക്കോ, എന്തെങ്കിലും ബുദ്ധിമുട്ട് നിനക്ക് ഉണ്ടെങ്കിൽ നീ റൂം എക്സ്ചേഞ്ച് ചെയ്തോളാൻ പറയുമ്പോഴേക്കും കുറെ നേരം ഇങ്ങനെ ടൈപ്പ് ആലോചിച്ചിട്ട് പറയാ അതൊന്നും വേണ്ടടാന്ന് പറയും. എന്നാ ശരി ഞാൻ പോകുന്ന പറഞ്ഞ ചാമ്പ് അങ്ങോട്ട് പോകും. ചാമ്പ് പോയുണ്ടായ ടെക്നോ പറയടാ നിനക്ക് എന്താ പ്രശ്നം, നമ്മുടെ താൻ ഗേയാന്നുള്ളതാ നിനക്ക് പ്രശ്നമെങ്കിൽ നീ അത് മറക്കടാ, അത് മറന്നിട്ട് നീ മുന്നോട്ട് പോകാൻ നോക്കുന്ന് പറയില്ലടാ, ഞാൻ റൂമിൽ നിന്ന് പുറത്ത് എവിടെയെങ്കിലും താമസിക്കാൻ പോവാന്ന് പറയേ അതൊന്നും നടക്കത്തില്ല, നിന്റെ അച്ഛൻ ഇതിനൊന്നും സമ്മതിക്കത്തില്ല, നീ അങ്ങനൊന്നും ആലോചിക്കുവേന്ന് പറയും. കുറെ നേരം മിണ്ടായിരുന്നിട്ട് ടൈപ്പ് പറയും ശരിയാ നീ പറഞ്ഞത്, ഞാൻ എന്തായാലും റൂമിൽ പോവാടാന്ന് പറഞ്ഞിട്ട് ഇവനങ്ങ് പോകും. ഇത് കേൾക്കുമ്പോ ടെക്നോ അടക്കി എന്ത് വേടാ ഇത്, ഇപ്പൊ ഇവനല്ലേ പറഞ്ഞത് റൂമിലോട്ട് പോകേണ്ടത്, ഇതിനു മുമ്പ് ഇവൻ തന്നെ പോവാണോ എന്ന് പറഞ്ഞ് ഇവനാണ് കിളിപോയിക്കാണ്. ഇവിടെ നേരെ സീൻ കട്ട് ചെയ്ത് കളിക്കുന്നത് നമ്മുടെ ചെറുക്കനെയാണ്. താനും ഫ്രണ്ടും കൂടെ ക്ലാസ് കഴിഞ്ഞിങ്ങോട്ട് ഇറങ്ങുമ്പോഴേക്കും താനും ഭയങ്കര ഹാപ്പിയാണ്, ചിരിച്ചു കുഴഞ്ഞിങ്ങനെ ഇറങ്ങി വരും. ഇവനിങ്ങനെ ഇറങ്ങി വരുന്ന കണ്ടത് ഫ്രണ്ട് ഉണ്ടായിരുന്നു ചോദിക്കും എന്ത് പറ്റി ഇന്ന് ഭയങ്കര ചിരിയാണല്ലോ, പഠിച്ച് മെന്റലായോ എന്ന് ചോദിക്കുമ്പോ പറയും ഒന്നുമില്ലടാ, എന്തോ ഒന്നാലോചിച്ച് ചുമ്മാ അങ്ങ് ചിരിച്ചതേ ഉള്ളൂന്ന് പറയും. ഇവന്റെ ഈ പറച്ചിൽ തന്നെ കൂട്ടുകാരന് മനസ്സിലാവും എന്തോ ഉണ്ടെന്ന്. അവനാണെങ്കിൽ ഇങ്ങനെ ഒരുമാതിരി ഇവനെ നോക്കും. എന്നിട്ട് എടാ എന്നാ ഒരു കാര്യം ചെയ്യും, നമുക്ക് നൈറ്റ് ഡിന്നർ കഴിക്കാൻ പോയിരുന്നെങ്കിൽ പറയും ഞാനൊന്നുമില്ല, ഞാൻ റൂമിൽ പോവാ, നീ ഒരു കാര്യം ചെയ്യും, നിനക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടല്ലോ, ആരെങ്കിലും വിളിച്ചോണ്ട് പോകുന്നു പറഞ്ഞിട്ട് ഇവൻ ഭയങ്കര ആഗ്രഹമായിട്ട് പിന്നെ അവന് റൂം വരണ്ടേ, റൂമിലല്ലേ അവന്റെ ഹാർട്ട് ഇരിക്കുന്നത്, നേരെ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ആഗ്രഹമായിട്ട് ഓടി റൂമിൽ വരുമ്പോ നമ്മുടെ ടൈപ്പ് അവിടെ ഇരിപ്പുണ്ട്. ടൈപ്പ് നേരത്തെ വന്ന് നീ ഇപ്പോഴാണോ വരുന്നത്, ഞാൻ എപ്പോഴേ വന്ന്. ടൈപ്പാണ് റൂമിൽ ഇരുന്ന് ഇങ്ങനെ പഠിച്ചോണ്ടിരിക്കുക. താനാണെങ്കിൽ കയറി വന്നിട്ട് നോക്കുമ്പോൾ ടൈപ്പിന് ഒരു മൈൻഡും ഇല്ല. ടൈപ്പാണ് ചെറുതായിട്ട് ഇങ്ങനെ ഊട്ടക്കണിട്ട് നോക്കിയിട്ട് ഒന്നും അറിയാത്ത പോലെ വീണ്ടും പഠിച്ചോണ്ടിരിക്കുവാണ്. ഇവനിങ്ങനെ മൈൻഡ് ചെയ്യാതിരിക്കുമ്പോഴേക്കും വന്നിട്ട് അടുത്തൊരു അലമാരി ഉണ്ട്, അലമാരി പതുക്കെ ഇങ്ങനെ കൊട്ടും, ടിക് ടിക് എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊട്ടും. അപ്പോഴും ടൈപ്പ് മൈൻഡ് ചെയ്യുന്നില്ല. ഉടനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ടിക് 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കുക. ഇവനിങ്ങനെ കൊട്ടി ഒച്ച ഉണ്ടാക്കുമ്പോഴേക്കും ടൈപ്പിന് ദേഷ്യം വേണ്ട, അവന്റെ ഒരു തലങ്ങണ ഇരിപ്പുണ്ട്, ആ തലങ്ങണ എടുത്ത് ഒറ്റയേറും വെച്ച് കൊടുക്കും. താൻ പറഞ്ഞാൽ ആ തലങ്ങണ പിടിച്ചിട്ട് എന്ത് ചെയ്യും, ആ തലങ്ങണ അങ്ങ് കെട്ടിപ്പിടിച്ചിട്ട് ഒരുമാതിരി ഒരു നോക്കി ചിരിയുണ്ട്. ഇവനിങ്ങനെ തലങ്ങണ കെട്ടിപ്പിടിക്കുമ്പോഴേക്കും ഒരുമാതിരിയായിട്ട് ടൈപ്പ് എന്ത് ചെയ്യും, ചാടി എഴുന്നേറ്റോണ്ട് പറയും എന്റെ തലങ്ങണ ഇങ്ങോട്ട് താടാന്ന് പറഞ്ഞ് തലങ്ങണ മേടിക്കാൻ വേണ്ടി കിടന്നു വയ്ക്കും. തലങ്ങണ താടാന്ന് പറഞ്ഞ ടൈപ്പ് മുന്നോട്ട് വരുമ്പോഴേക്കും താനെന്ത് ഈ തലങ്ങണ പുറകെ പാത്ത് വെച്ചിട്ട് പറയും തലങ്ങണ ഒന്നും തരാൻ പറ്റത്തില്ല എന്ന് പറയും. എന്നിട്ട് ഒരുമാതിരി ഒരു ചിരിയാണ്, കാണുമ്പോൾ ഭയങ്കര ക്യൂട്ടാണ്. ഇവനിങ്ങനെ ചിരിക്കുന്ന കാണുമ്പോഴേക്കും ടൈപ്പിന് ഒരുമാതിരിയായിട്ട് ചോദിക്കും എന്താ ഇങ്ങനെ നോക്കി ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പം അപ്പോഴും ഇവൻ ചിരി നിർത്തത്തില്ല. ഇവനിങ്ങനെ ചിരിക്കുന്നതുകൊണ്ട് ചോദിക്കും നീ എന്ത് കണ്ടിട്ടാ, നീ എന്ത് നോക്കി ഇങ്ങനെ ചിരിക്കുന്നതെന്ന് ചോദിക്കാൻ പറയും എന്റെ ഇഷ്ടം, ഞാൻ എന്ത് നോക്കി വേണമെങ്കിലും ചിരിക്കുമെന്ന് പറയും. ഇങ്ങനെ പറഞ്ഞിട്ട് പുറകെ പാത്ത് വെച്ചിരിക്കുന്ന സ്നാക്സ് എടുത്ത് ഇങ്ങനെ മുന്നിൽ കാണിക്കും. ഇവനിങ്ങനെ സ്നാക്സ് കൊണ്ടുവന്ന് ഒരുമാതിരി ഡൗട്ട് നോക്കിയിട്ടുണ്ട്. തന്നെ ടൈപ്പ് പറയും എന്താ നീ വിചാരിച്ചിരിക്കുന്നത്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫുഡ് മേടിച്ചെന്ന് എന്നെ വളയ്ക്കാന്നാണോ? അതൊന്നും നടക്കത്തില്ല, ഞാനൊക്കെ വേറെ ലെവൽ, അങ്ങനെ ഫുഡിനൊന്നും വളയത്തില്ല എന്ന് പറയും. ആര് കണ്ട് നീ ഈ ഫുഡിലൊക്കെ വല്ലതും കലക്കിയിട്ട് എന്നെ വളയ്ക്കാൻ വല്ല പ്ലാൻ ഉണ്ടോ എന്ന് ആര് കണ്ടെന്ന് ചോദിക്കും. ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ താന്റെ ഈഗോയിൽ ടച്ച് ചെയ്യും. താനോടെ ആ സ്നാക്സ് എന്താ എല്ലാം കൂടെ ബെഡിലോട്ട് ഇട്ടിട്ട് ആ കവറിൽ നിന്ന് ഒരു വാട്ടർ ബോട്ടിൽ മാത്രം എടുത്ത് കൈ പിടിക്കും. എന്നിട്ട് ഇത് തുറന്നിട്ട് നമ്മുടെ ടൈപ്പിനെ നോക്കിയിട്ട് ഒരുമാതിരി ഒരു ചിരിച്ച് വെച്ചിട്ട് പറയും ടൈപ്പ്, നിന്നെ കറക്റ്റ് ചെയ്യണോന്ന് ഞാൻ വിചാരിച്ചാൽ ഞാൻ എന്തിനാടാ വെറുതെ ഫുഡൊക്കെ യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ആ കുപ്പി വെള്ളം തുറന്നൊരു കുടിയുണ്ട്. എന്റെ പൊന്നെ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അതിനകത്ത് ഹാൻസം ആയിട്ടുള്ള കുടി, ഇതൊക്കെ പോരാഞ്ഞിട്ട് അവന്റെ ഈ ഞരമ്പ് ഇങ്ങനെ തെളിഞ്ഞു കാണുമല്ലോ പെടലിയിലേയും കയ്യിലേക്ക്. അതും പോരാതെ തള്ളവിരലിൽ ഒരു മോതിരം, മൊത്തത്തിൽ ചെറുക്കം വെള്ളം കുടിക്കുന്ന അടിപൊളി. ഞാൻ തന്നെ ഇത്രയും വർണ്ണിച്ച് പറയണമെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന ടൈപ്പ് എന്തുവായിരിക്കും. ടൈപ്പാണെങ്കിൽ ഷോക്കായിട്ട് താനെ ഇങ്ങനെ നോക്കുക. താനൊന്നെ ഊട്ടക്കണ്ടിട്ട് ടൈപ്പിനെ നോക്കും. ടൈപ്പ് അപ്പൊ ഇങ്ങനെ വായും തുറന്ന് നിൽക്കുന്ന കാണുമ്പോ തന്നെ മനസ്സിലാവും അവനാണെങ്കിൽ ഇവന് വീണ് ചെറുക്കൻ സെറ്റായിന്ന്. അല്ല, എങ്ങനെ സെറ്റാകാതിരിക്കും, ഞാൻ എന്തായാലും സെറ്റാ, നിങ്ങൾ സെറ്റാണോ? അങ്ങനെ നമ്മുടെ താൻ വെള്ളം കുടിക്കുന്ന ഭംഗി നോക്കി ടൈപ്പ് ഇങ്ങനെ നിൽക്കുവാണ്. ടൈപ്പ് ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോ താന് മനസ്സിലാവും ഇവൻ എന്തായാലും നമുക്ക് സെറ്റായിന്ന്. ഉടനെ ഇവനെ നോക്കി ഒരുമാതിരി കളിയാക്കി ചിരിക്കുമ്പോഴേക്കും പെട്ടെന്ന് ടൈപ്പിന് റിയലൈസ് ആയിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഉടനെ പറയും നിന്റെ സംസാരമൊക്കെ കേമാണ്, പക്ഷെ നിനക്ക് സംസാരം മാത്രമേ ഉള്ളൂ എന്ന് പറയും. ടൈപ്പ്, ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞ് ഉറങ്ങിക്കിടക്കുന്ന ഞങ്ങളുടെ ചെറുക്കനിലെ സിംഹത്തെ നീ ഉണർത്തരുത്, പിന്നാലെ വരുന്ന പ്രശ്നങ്ങളൊക്കെ നിനക്ക് താങ്ങാൻ പറ്റുന്നതായിരിക്കത്തില്ലാണ്, ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. ടൈപ്പ് ഡയലോഗ് മാത്രമേ ഉള്ളടാ നിനക്ക് എന്ന് പറയുന്നത് കേൾക്കുമ്പോ താൻ ഉടനെ അടുത്ത് വന്ന് ചിരിച്ചിട്ട് പറയും എനിക്ക് ഡയലോഗ് മാത്രമല്ലടാ ഉള്ളത് എന്ന് പറഞ്ഞിട്ടൊരു ചിരിയിരിക്കുക. അതായത് നീ ഇനി കാണാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട്. ഇതിനു വേണ്ടി ഇവിടെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ടൈപ്പ് എന്താ പറയും ശരി ഞാൻ കുളിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് ഇവ നേരെ അങ്ങ് കുളിക്കാൻ പോകും.
ടൈപ്പ് അങ്ങനെ ഒരു ഓരോരുത്തര് ബാത്റൂമായി കുളിച്ചിട്ടൊക്കെ എന്നാ പുറത്തോട്ടിറങ്ങാന്നും പറഞ്ഞ് ടവൽ എടുത്തിട്ട് നോക്കുമ്പോ അവന്റെ ഇന്നർവെയർ കാണുന്നില്ല. അയ്യോ, ഇന്നർവെയർ റൂം ഇട്ടിട്ടാണല്ലോ വന്നത് എന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങാൻ വേണ്ടി ഡോറ് തുറക്കുമ്പോ പുറത്ത് നിൽക്കുന്ന ആര്, നമ്മുടെ ചെറുക്കൻ താന് ചുമ്മാ നിക്കുവാണോ, കയ്യിൽ അവന്റെ അണ്ടർവെയറുമായിട്ടാ നിക്കുന്ന. എന്റെ പറ്റി ഇത് കോമഡി സീനല്ലേ. ഇത് കണ്ടിട്ട് വെറിയായിട്ട് ടൈപ്പ് ഉണ്ണാൻ പറയും, ഇങ്ങോട്ട് തടാന്ന് പറയുമ്പോഴേക്കും നമ്മുടെ താൻ കൊടുക്കത്തില്ല, താൻ ആരാ മോൻ. ഉണ്ണാൻ പറയും, നിനക്കിത് വേണമെങ്കിൽ ഞാനും കൂടെ നിന്റെ കൂടെ വന്ന് കുളിക്കാടാന്ന് പറയും. എന്റെ പൊന്നു, ഞാൻ അപ്പോഴേ പറഞ്ഞ് ഉറങ്ങിക്കിടക്കുന്ന സിംഹത്തെ വെറുതെ ഉണർത്തരുത്. അപ്പൊ നീ കേട്ടില്ല, അനുഭവിച്ചോ? ഇത് കേട്ടതുണ്ട് ടൈപ്പ് പറഞ്ഞ എന്തുവാ കുളിക്കാന്നൊന്നും പറഞ്ഞ് ഇവ ഷോക്കായിട്ട് നിൽക്കുമ്പോഴേക്കും താനെന്തേയും ചോദ്യം പറച്ചിലൊന്നുമില്ല, നേരെ ഇവനെ തള്ളി മാറ്റിട്ട് അകത്തോട്ട് കയറി ഡോറും കിടക്കും. ഇന്നലെ രാത്രി വരെ വിചാരിച്ചെന്താന്ന് വെച്ചാൽ ഈ ബാത്റൂം സീൻ തുടങ്ങുന്നതിന് മുമ്പ് 18 വയസ്സിൽ താഴെയുള്ളവരെ കാണാവുള്ളൂ എന്നൊരു റിക്വസ്റ്റ് വെക്കാന്ന് വിചാരിച്ച്. പക്ഷെ ഇന്ന് മോർണിംഗാണ് എനിക്കൊരു നഗ്ന സത്യം മനസ്സിലായത്. പിള്ളേരെല്ലാം ഫുൾ അപ്ഡേറ്റ് ആണ്. 18 വയസ്സിനെക്കാട്ടി കൂടുതൽ ഏജ് വരുന്ന രീതി ഗൂഗിളിൽ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിട്ടാണ് അവർ യൂട്യൂബ് ആപ്ലിക്കേഷനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ എങ്ങനെ ഇത് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ട്? ഒരു കാര്യം പറഞ്ഞു വെറുതെ സമയം കളയണ്ട, നമുക്ക് നേരെ സീനിലോട്ട് പോകാൻ. താനെന്തെയും ടൈപ്പിനെ പിടിച്ച് തള്ളി നേരെ ഭിത്തിയിലെടുത്തോണ്ട് വരും. എന്നിട്ട് അവന് ഷർട്ടൊക്കെ റിമൂവ് ചെയ്തിട്ട് താനെ ടൈപ്പിനെ ഹക്ക് ചെയ്തിട്ട് അവന്റെ പെടലിയിൽ ഇങ്ങനെ മണപ്പിച്ചിട്ട് പറയും, നിനക്ക് നല്ല മണം ഉണ്ടെന്ന് പറയും. ഇത് കേട്ടത് കാലിപ്പായിട്ട് ഉണ്ടെന്നെ ടൈപ്പ് പറയും, നീ എന്തുവാടാ കാണിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തള്ളി വിടുന്ന പോലെ. ശ്രദ്ധിക്കണം, തള്ളി വിടത്തില്ല, തള്ളി വിടുന്ന പോലെ. നീ എന്തുവാടാ കാണിക്കുന്നത് എന്ന് ചോദിക്കും. താനെന്തെയും നേരെ തന്നെ ടൈപ്പിന്റെ ലിപ്പിൽ തന്നെ കിസ് ചെയ്യും. ആദ്യമൊക്കെ ഒരു മാത്രം മുഖമൊക്കെ വെച്ചോണ്ടിരുന്നത് അതായത് എനിക്ക് ഇഷ്ടമേ ഇല്ല, എനിക്ക് താല്പര്യമേ ഇല്ല എന്നുള്ള രീതിയിലാണ് നമ്മുടെ ടൈപ്പ് നിൽക്കുന്നതെങ്കിലും താൻ കിസ് ചെയ്ത് ഇവനും തിരിച്ച് കിസ് ചെയ്യും. അങ്ങനെ കുറച്ചായിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്രോഗ്രസ് ആയി പോവുകയാണ്. തുടക്കമൊക്കെ ആദ്യം നമ്മുടെ ടൈപ്പ് ആണെങ്കിൽ വേണ്ട ഇഷ്ടമില്ല എന്നൊക്കെയാണ് ഇരിക്കുന്നതെങ്കിലും ഒരു ഘട്ടം കഴിയുമ്പോഴേക്കും അവൻ അറിയാതെ തന്നെ എൻജോയ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ കാര്യങ്ങളൊക്കെ ഒരു വഴിക്ക് ശുഭമായി കഴിയുമ്പോഴേക്കും താനെന്തെയും ടൈപ്പിന്റെ ഫേസിനടുത്ത് വന്നിട്ട് പറയും, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലടാ, ഞാൻ ഡയലോഗിൽ മാത്രമല്ല പുലിന്ന്. അതായത് കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ നിനക്ക് വെറുതെ വർത്താനം മാത്രമേ ഉള്ളൂ. അപ്പൊ വർത്താനം മാത്രമല്ല ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ഞാൻ കേമനാണ് എന്ന് ഇങ്ങനെ പറഞ്ഞിട്ടാണ് താൻ വീണ്ടും ടൈപ്പിനെ കിസ് ചെയ്യാൻ വരുമ്പോഴേക്കും ടൈപ്പിന് അപ്പഴാ ബോധം വരുന്നത്. പിടിച്ച് തള്ളിവിട്ടിട്ട് പറയും, നിന്റെ ഒരു കാര്യമൊന്നും മാറ്റ താഴെ കിടക്കുന്ന ടൗലെടുത്ത് ഇവനെ എറിഞ്ഞിട്ട് പറയും, വരുമ്പോ ഇത് കഴുകിക്കൊണ്ട് വരാൻ പറഞ്ഞിട്ടാണ് ഈ ടൈപ്പ് റൂമിന് പുറത്തോട്ട് പോകും. താനാണ് ആ ടൗലെടുത്തിട്ട് ഒരുമാതിരി ചിരിക്കും, എവളോ പണ്ടറേ ഇത് കൂടെ പണ്ട മാട്ടേ എന്നുള്ള രീതി. ഇതൊക്കെ എനിക്കൊരു വിഷയമേ അല്ലെന്നുള്ള രീതി ഇതോടെ താൻ ചിരിക്കും. ഇപ്പൊ ബാത്റൂമിൽ നിന്ന് പുറത്ത് വന്ന ടൈപ്പ് ആണെങ്കിൽ അയ്യോ ഭയങ്കര പപ്പി ഷെയിമായി. ഇപ്പൊ എന്താണ് ടൈപ്പ് നീ ഇങ്ങനൊക്കെ കാണിച്ചത്, നിനക്ക് അവനെ ഇഷ്ടമല്ലല്ലോടാ, ഇനി നീ എങ്ങനെയാണ് അവന്റെ മുഖത്ത് നോക്കുന്നത് എന്ന് പറഞ്ഞു ഭയങ്കരമായിട്ട് ചമ്മി നാണക്കെട്ട് നിൽക്കണം. എന്നിട്ട് ചമ്മല് കൊണ്ട് എന്ത് ചെയ്യും, താനാണെങ്കിൽ ബാത്റൂമിൽ നിന്ന് പുറത്തു വരാത്ത രീതി ഡോറ് മുറുക്കി വലിച്ചു പിടിച്ചോണ്ടിരിക്കുക. താനാണെങ്കിൽ പുറത്തു വരാൻ വേണ്ടി ഡോറ് തുറക്കാനും ശ്രമിക്കുക. എടാ തുറക്കടാ എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് ഡോറിൽ നിന്ന് കൈയെടുത്തിട്ട് ഓടി വന്ന് ബെഡിൽ കിടന്നിട്ട് ബെഡ്ഷീറ്റ് എടുത്ത് തലവഴി മൂടും. താനാണ് ഡോറ് തുറന്ന് റൂമിലോട്ട് വരുന്നത് ടൈപ്പിനെ നോക്കി ഭയങ്കരമായിട്ട് ചിരിച്ചാണ് വരുന്നത്. ചിരിച്ചടുത്ത് വന്നിട്ട് പറയും, സ്വീറ്റ് ഡ്രീംസ് എന്ന് പറയും, നല്ല സൂപ്പർ സ്വപ്നങ്ങളൊക്കെ കാണടാ, അതിനുള്ള മാർഗം നിനക്ക് ഞാൻ ഒപ്പിച്ചു തന്നിട്ടില്ലേ എന്നായിരിക്കും. എന്നിട്ടായിട്ട് കൂടെ പറയും, നീ സത്യമായിട്ടും സൂപ്പർ ആടാ എന്ന് പറയും. ഇത് കേൾക്കുമ്പോഴേക്കും ടൈപ്പിന് വേറിയായിട്ട് ഒറ്റ കുത്തു വെച്ച് കൊടുക്കും വയറ്റിണ്ട്. അയ്യോ വേദന എടുക്കുന്നതാന്ന് പറഞ്ഞ് നമ്മുടെ താനാണെങ്കിൽ ഒച്ച വെക്കും. ടൈപ്പ് പറഞ്ഞ ഭയങ്കര കലിയായിട്ട് പറയും, തീ നോക്കിക്കോ, ഇനി ഇങ്ങനെ വല്ലതും ചെയ്താണ്ടല്ലോ ഉറപ്പായിട്ട് ഈ ഒരു ചെറിയ അടി നിൽക്കത്തില്ല, നീ ഓർത്ത് വെച്ചോളാൻ പറയുമ്പോഴേക്കും താൻ പറയും, അടുത്ത തവണ നീ എന്റെ അടുത്ത് കെഞ്ചാതെ നോക്കിക്കോ എന്ന് പറയും. ഇത് കേട്ട് ടൈപ്പ് ചീത്ത വിളിച്ചിട്ട് അവൻ തിരിഞ്ഞങ്ങ് കിടക്കും. ഇവിടെ നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കും. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ചെറുക്കനെ കണ്ടില്ലായിരുന്നു, അവന്റെ റൂമിലൊക്കെ ബ്ലാക്ക് കളറിലെ പെയിന്റിംഗ് ഒക്കെ വരച്ചു വെച്ചിരിക്കുന്നത് ആ ഷോക്കായിട്ട് നിൽക്കുന്ന ചെറുക്കനെയാണ്. അവനാണ് ക്ലാസ് കഴിഞ്ഞ് ഇങ്ങനെ ടം ഉണ്ടല്ലോ അവനെ എപ്പോഴും പിക്ക് ചെയ്യാൻ വരുന്ന, അവനെയും വെയിറ്റ് ചെയ്തിരിക്കുവാണ്. അവനെ ടം മെസ്സേജ് അയക്കും, ഞാനിന്ന് വരാൻ കുറച്ച് താമസിക്കും, നീ വെയിറ്റ് ചെയ്യും, ഞാൻ വരാന്ന് പറയുമ്പോഴേക്കും ഇവനെന്നാ അവനെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിരിക്കുമ്പോ ചുറ്റിനുള്ള ആൾക്കാരൊക്കെ ഇവനെ ഒരുമാതിരി നോക്കും. ഉടനെ ഈ ചെറുക്കൻ അവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങ് പോകും. കുറച്ച് കഴിയുമ്പോഴേക്കും സാധാരണ ഇവനെ ഇരിക്കുന്ന സ്ഥലത്ത് ടം വന്ന് നോക്കുമ്പോ ഇവനെ കാണത്തില്ല. കാണാത്തപ്പോ ഭയങ്കര ടെൻഷനായിട്ട് അവിടെ എല്ലാം ഓടിട നോക്കുമ്പോ അവിടെ അങ്ങും കാണത്തില്ല. അങ്ങനെ ഇങ്ങനെ ഇവനെ ഫോൺ ചെയ്തിട്ടൊന്നും ഇവൻ ഫോൺ എടുക്കത്തില്ല. താൻ എവിടെ പോയെന്നും പറഞ്ഞ ടമ്മാണ് ഭയങ്കര ടെൻഷൻ അടിച്ച് അവിടെ എല്ലാം നടക്കും. അപ്പോഴേക്കും ടാന്റെ അടുത്തുനിന്ന് മെസ്സേജ് വരും, ഞാൻ ദേ വീട്ടിലെത്തിയെന്ന് പറഞ്ഞിട്ട്. ഇത് കണ്ടതും ടം എന്ത് ചെയ്യും, പെട്ടെന്ന് ഓട്ടി അവിടെ നിന്ന് വീട്ടിൽ വരുമ്പോ ടാൻ മുറി കയറി കഥ ഒക്കെ അടിച്ചിട്ട് ഇരിച്ചിരിക്കുകയാണ്. പറഞ്ഞ പുറത്ത് വന്നിട്ട് പറയും, താൻ നീ പുറത്തിറങ്ങി വന്നേ, ടാൻ കഥ ഉറക്ക് എന്ന് പറഞ്ഞ് കുറെ നേരം കിടന്ന് ഒച്ച വെക്കും. താൻ അപ്പോഴൊന്നും വരത്തില്ല. കുറെ കഴിയുമ്പോൾ വന്ന് കഥ ഉറക്കുമ്പോഴേക്കും ഇവനെ കണ്ടുകൊണ്ട് ടം ഭയങ്കര ദേഷ്യത്തിൽ പറയും, നിന്നോട് ഞാൻ എന്താ പറഞ്ഞ, ട്രാഫിക് കുറച്ച് മോശമായതുകൊണ്ട് ഞാൻ താമസിച്ച് വരുമെന്നല്ല പറഞ്ഞുള്ളൂ, ഞാൻ വരാൻ ഇത് താമസമുണ്ടെ നീ ഒറ്റയ്ക്ക് വീട്ടിലോട്ട് പോരുമോ എന്ന് ചോദിക്കുമ്പോൾ പറയും, നിനക്ക് എന്തെങ്കിലും തിരക്കുണ്ടെങ്കിൽ നീ പതുക്കെ വന്നാൽ മതി, ഞാൻ തന്നെ വീട്ടിലോട്ട് ഇനിത്തോട്ട് വന്നോളാന്ന് പറയും, ഞാൻ നിന്നോട് പറഞ്ഞത് അവിടെ വെയിറ്റ് ചെയ്യാനില്ല, ഞാൻ വരാൻ ഇച്ചിരി താമസിച്ച് ട്രാഫിക് ഇച്ചിരി ബ്ലോക്ക് ആയിരുന്നോണ്ട് ഞാൻ താമസിച്ചതിന് നീ ഉടനെ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വരുമോ, ഞാൻ അവിടെ വന്ന് നിന്നെ കാണാത്തതുകൊണ്ട് എത്രമാത്രം പേടിച്ച് എവിടെല്ലാം അന്വേഷിച്ചെന്ന് നിനക്കറിയാവോ, ഞാൻ വന്നില്ല ഉടനെ നീ
ഒറ്റയ്ക്ക് വീട്ടിൽ വരുമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. ഇവനിങ്ങനെ ദേഷ്യപ്പെടുന്ന കാണുമ്പോൾ ടാറിനാണ് ഭയങ്കര സങ്കടമായിട്ട് കരയും. ടാനിങ്ങനെ കരയുന്ന കാണുമ്പോൾ ടം കുറച്ച് സമാധാനമായിട്ട് പറയും, നോക്ക് ടാൻ, ഞാനെങ്ങാനും താമസിക്കുകയാണെങ്കിൽ ഞാൻ തന്നെ നിന്നെ വിളിച്ച് പറയാം, പക്ഷെ ഞാൻ വിളിക്കുമ്പോൾ നീ ഫോൺ എടുക്കണം. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, നീ റൂമിൽ പോയി റെസ്റ്റ് എടുത്തോന്ന് പറഞ്ഞു വിടും. ഇവനിങ്ങോട്ട് റൂമിലോട്ട് കയറി പോകുമ്പോഴേക്കും ഡോറ് തുറക്കുമ്പോഴേക്കും ടാൻ കാണും ആ ബ്ലാക്ക് കളറിലെ പിക്ചറൊക്കെ വരച്ചു വെച്ചിരിക്കുന്നത്. ഇത് കാണുമ്പോൾ ഇവൻ വിചാരിക്കും ഇതെന്താ ഇങ്ങനത്തെ പിക്കൊക്കെ വരച്ചു വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഇവൻ ഷോക്കായിട്ട് നിൽക്കുവാണ്. ഇവിടെ നേരെ സിങ്കട്ട് ചെയ്ത് കാണിക്കുക നമ്മുടെ ടൈപ്പും ടെക്നോയും കൂടെ ഫുട്ബോൾ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞിട്ട് പതുക്കെ നടന്നു വരുമ്പോഴേക്കും ടെക്നോ ചോദിക്കും, എന്താടാ എങ്ങനെയുണ്ട് ഇപ്പം, താനുമായിട്ട് വഴക്കൊക്കെ ഇടുന്നുണ്ടോന്ന് ചോദിക്കുമ്പോ ഇപ്പൊ അങ്ങനൊന്നും ഇല്ലടാന്ന് പറഞ്ഞു വരുമ്പോഴേക്കും ഇവരുടെ മുന്നിലോട്ട് 2 പേര് വന്നിരിക്കും, ഒരു ചെറുക്കനും പെണ്ണെ. ഇത് നമ്മുടെ ടെക്നോയുടെ ഫ്രണ്ട്സ് ആണ്, ജസ്റ്റ് ഫ്രണ്ട്സ്, നമുക്കിങ്ങനെ അറിയാൻ കണ്ട് വർത്താനം പറയത്തില്ല, അതുപോലത്തെ ഫ്രണ്ട്സ് ആണ് ഇവരെന്ന് പറയുന്നത്. LGBTQ കമ്മ്യൂണിറ്റിയിലുള്ളവരാണ്. ടെക്നോനെ അറിയാവുന്നതുകൊണ്ട് തന്നെ ഇവര് ടെക്നോനെ കണ്ടപ്പോൾ സാധാരണ രീതിയിൽ വർത്താനം പറയും. ടെക്നോ അപ്പൊ ഇവനെ പരിചയപ്പെടുത്തും, ഇതെന്റെ ഫ്രണ്ട് ടൈപ്പാന്നൊക്കെ. ടൈപ്പിനെ കാണുമ്പോൾ തന്നെ ഇവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എന്നിട്ട് പറയും, നിന്റെ ഫ്രണ്ട് ഭയങ്കര ഹാൻസം ആണല്ലോ, ഹാൻസം ബോയ്സിന്റെ ഒക്കെ പിക്കൊക്കെ ഇടുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്, നിന്റെ ഫ്രണ്ടിന്റെ ഒരു ഫോട്ടോ എടുത്തോട്ടെ, അവൻ പെട്ടെന്ന് തന്നെ ഫേമസ് ആവും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുവാണ്. നമ്മുടെ ടൈപ്പിന്റെ മുഖം കണ്ടാലേ അറിയാം ഇവരെ ഒട്ടും ബോധിച്ചിട്ടില്ല എന്ന്, ഭയങ്കര കലിപ്പായിട്ടാണ് നിൽക്കുന്നത്. എന്നിട്ട് പറയും, നിന്റെ ഫ്രണ്ടിന്റെ ഒരു ഫോട്ടോ ഞങ്ങൾ എടുത്തോട്ടെ എന്ന് ചോദിക്കും. ടെക്നോക്കാണ് ടൈപ്പിന്റെ സ്വഭാവം അറിയാലോ, അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് പേടിച്ചിട്ട് പറയാം അതൊന്നും വേണ്ടാന്ന് പറയും. പക്ഷെ ഇവരാണ് സമ്മതിക്കത്തില്ല. ഒരു ചെറിയ ഫോട്ടോ എന്ന് പറഞ്ഞ് ഫോട്ടോ എടുക്കാൻ ഭയങ്കരമായിട്ട് നിർബന്ധിക്കുകൊണ്ട് തന്നെ ടെക്നോ പതുക്കെ പറയും, ഒരു ചെറിയ ഫോട്ടോയിലൂടെ നിൽക്കുന്ന ക്യാഷൻ കാണിക്കുമ്പോഴേക്കും ടൈപ്പ് ഒന്നും മിണ്ടാതെ ഇങ്ങനെ കലിപ്പായിട്ട് നിൽക്കുവാണ്. അപ്പൊ ഇവരെ കൂടുള്ള ചെറുക്കൻ നമ്മുടെ ടൈപ്പിന്റെ അടുത്ത് വന്നിട്ട് അവനെ ഹഗ് ചെയ്തും കെട്ടിപ്പിടിച്ചും അവന്റെ ബോഡിയിലൊക്കെ ടച്ച് ചെയ്തൊക്കെ പോസ് കൊടുക്കുമ്പോഴേക്കും ഒരു ഘട്ടം കഴിയുമ്പോഴേക്കും ടൈപ്പിന് ഭയങ്കരമായിട്ട് ദേഷ്യമായിട്ട് പിടിച്ചുണ്ടു തള്ളി വിട്ടിട്ടാണ് ഭയങ്കര കലിപ്പായിട്ട് പറയും, നിങ്ങളെപ്പോലെ ഗേകളെ എനിക്ക് ഇഷ്ടമല്ല, നിങ്ങളുള്ള സ്ഥലത്ത് പോലും നിൽക്കാൻ എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തിൽ ഇവൻ എന്തൊക്കെയോ പറയും. ഇവന്റെ സ്വഭാവം അറിയില്ല, ദേഷ്യം വന്നു കഴിഞ്ഞാൽ നല്ലത് പറയും. ഗേ എന്ന് വർഗത്തെ മൊത്തത്തെ ആക്ഷേപിച്ച് പറയുമ്പോഴേക്കും ഇവർക്ക് ഭയങ്കര ദേഷ്യമായിട്ട് ഇവർ പറയും, ഇവൻ ആരായത് ഇത്ര മോശമായിട്ടൊക്കെ സംസാരിക്കുന്നത്, ഇവൻ എങ്ങനെ ഞങ്ങളുടെ ആൾക്കാരെ കുറിച്ച് ഇത്രയ്ക്കും മോശമായിട്ട് പറയുന്നത്, ഈ പ്രശ്നം എന്തായാലും ഞാൻ വെറുതെ വിടാൻ പോകത്തില്ല എന്ന് പറഞ്ഞ് ഇവര് ഭയങ്കര കലിപ്പായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി ഇതൊക്കെ എന്ത് പ്രശ്നം വെച്ചൊന്ന് അവസാനിക്കോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇതിൽ കുറച്ച് റിലേറ്റീവ്സ് ഉള്ളതുകൊണ്ട് എനിക്ക് ഒട്ടും കംഫർട്ടായിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു കമന്റ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ കാണാൻ. ടാറ്റാ, ബൈ ബൈ.